സുരേഷ് ഗോപിയും എംപിയുമായി സുരേഷ് ഗോപിയുടെ മുമ്പിലേക്ക് നിവേദനവുമായി എത്തിയ ഒരാളോട് അത് നിവേദനം സ്വീകരിക്കാതെ മടക്കി അയക്കുന്ന ദൃശ്യങ്ങൾ അതിൽ വ്യാപകമായ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. നിവേദനവുമായി എത്തിയ പുള്ള സ്വദേശി കൊച്ചുവേലായുധനെ മടക്കി അയച്ച സംഭവത്തിൽ ഇപ്പോൾ ഒരു വിശദീകരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ല എന്നും തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ ബോധ്യമുണ്ടെന്നും മറ്റൊരു പാർട്ടി കൊച്ചുവേലായുധന് വീട് വെച്ച് നൽകുന്നു എന്നതിൽ സന്തോഷമെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. തൃശ്ശൂരിൽ നിന്ന് MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു, വ്യാപകമായ വിമർശനമൊക്കെ ഉയർന്നു. ഇപ്പോൾ അതിൽ തന്റെ ഭാഗം എന്താണ് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. ഈ ഭവന നിർമ്മാണം അതൊരു സ്റ്റേറ്റ് അഫയേഴ്സ് ആണ്, അതുകൊണ്ട് തനിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണോ MP-യുടെ നിലപാട്? അതെ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു തൃശ്ശൂർ പുള്ളിൽ കലുങ്ക് വികസന ചർച്ച എന്ന പേരിൽ സുരേഷ് ഗോപി പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നത്. അതിൽ ആ പ്രദേശത്തെ വികസന പരിപാടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അവിടുത്തെ വികസനം നടത്താവുന്ന എന്തൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം എന്നുള്ള ആളുകളിൽ നിന്ന് അഭിപ്രായം തേടുക, അതുപോലെ തന്നെ അവരുമായി സംവദിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. ആ ഒരു സംവാദത്തിനിടയിലാണ് ഇത്തരത്തിൽ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന പുള്ളു സ്വദേശി അദ്ദേഹം ഒരു നിവേദനവുമായി സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുത്ത സമയത്ത് ഇത് തൻ്റെ ജോലിയല്ല, തനിക്ക് കഴിയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിവേദനം തിരികെ നൽകുകയാണ് ചെയ്തത്. അന്ന് നമ്മളുൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത നൽകുകയും ഇതോടുകൂടി ഇതൊരു വലിയ ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തു. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം അതിൽ എല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല, ആ നിവേദനം ഒന്ന് വാങ്ങി എന്താണ് സംഭവം എന്ന് ഒന്ന് വായിച്ചു നോക്കി അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു കാര്യമാണ് ഈ പൊതുവിൽ ഒരു അഭിപ്രായമായി ഉയർന്നത്. മാത്രമല്ല CPM ഈ വിഷയത്തിൽ ഇടപെടുകയും CPM ജില്ലാ സെക്രട്ടറി ഈ കൊച്ചുവേലായുധനെ കാണുകയും അവിടെ എത്തി ഈ അദ്ദേഹവുമായി സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. പിന്നീട് കൊച്ചുവേലായുധന് വീട് വെച്ച് നൽകാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടേതായ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അതായത് ഈ കൊച്ചുവേലായുധനെ അന്ന് ഈ നിവേദനം വാങ്ങാതെ മടക്കി വിട്ടത് അദ്ദേഹവുമായി തനിക്ക് അദ്ദേഹം പറഞ്ഞ ആ ഒരു നിവേദനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ തനിക്ക് പാലിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പാലിക്കപ്പെടാൻ കഴിയാത്ത ഒരാൾ എന്തെങ്കിലും അദ്ദേഹത്തിന് നിവേദനം വാങ്ങി വെക്കാമായിരുന്നു, എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നോക്കാമെന്നൊരു ആശ്വാസ വാക്ക് ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതിയായിരുന്നിരിക്കണം. അങ്ങനെയാണ്, അത് ചെയ്യാമായിരുന്നു കേന്ദ്രമന്ത്രിക്ക്. അദ്ദേഹത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ വിശദീകരിച്ചത്.